മീരയുടെ ലൈഫിൽ കുരുക്കായ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഞാൻ മാരീഡ് അല്ല, നോക്കുന്നുണ്ട്, ഇനി നോക്കുന്നു. പിന്നെ ഇതൊരു കേൾക്കുന്ന ആരാധകർക്ക് ഡയറക്ടറാണ്, മെട്രിമോണിയൽ പരസ്യമാണോ? ഇനി നടിമാരെ പ്രപ്പോസ് ചെയ്യാലോ. പറയാതെ എന്തോ പിടിച്ചു വെക്കുന്നവർ തോന്നുന്നു. ഞാൻ കേട്ടു 27 ഡേയ്സോളം സൈറ്റിലുണ്ടായിരുന്നു, അതായത് വർക്ക് ലൊക്കേഷനിലുണ്ടായിരുന്നു. ആ സൈറ്റല്ല, ലൊക്കേഷനിലുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞു കേട്ട് 2-3 സീനിലെ വർക്ക് ചെയ്തുള്ളൂ. ചുമന്നേ സച്ചുവിന്റെ അടുത്ത് ഓക്കെ അതിൽ നിന്ന് മാറി എനിക്ക് സച്ചുവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആടലോടകത്തിനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം റെപ്രസെന്റ് ചെയ്ത് ഇപ്പം ഡയറക്ടർ കഴിഞ്ഞാൽ പിന്നെ സച്ചുവാണ് ആടലോടകത്തിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്നേ മറ്റേ എന്നാത്താൻ കേസുകൾ പടത്തിലെ ഒരു പാട്ടുണ്ടല്ലോ, ആടലോടകം പോലെ നിക്കൺ, അങ്ങനെ അത് ഓർമ്മ വരും, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ആടലോടകം എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഈ സിനിമ ഉണ്ടാവാൻ ഏതെങ്കിലും തരത്തിൽ കാരണമായോ? നമ്മളിപ്പം ഈ അബീതയുടെ നമ്മളെ സൈഡിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ എപ്പോഴും നമ്മൾ കൊടുക്കുന്നൊരു പുഷുണ്ട്, ചേട്ടാ നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മളിപ്പോൾ ഒരു കൂടെ നിൽക്കുന്ന ഒരാൾക്കാർ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ എൻ്റെ അടുത്ത് പല ഡയറക്ടേഴ്സിനെ കാണുമ്പോഴും ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അബീതയുടെ എവിടെയാണ്, എടാ സിനിമയിൽ ഒരു കാര്യം നടക്കുന്നില്ലടാ, അങ്ങനെ. അപ്പോൾ ചേട്ടാ നമുക്ക് ഓരോ തടസ്സങ്ങൾ വരുന്നത് നാളെ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ തടസ്സങ്ങൾ വരുന്നത്. നാളെ അത് സക്സസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ തടസ്സങ്ങൾ നാളെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വേദിയിൽ പറയാനായിട്ട് കിട്ടുന്ന കുറേ വാക്കുകൾ നമ്മൾ അനുഭവത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നത്. എന്തായാലും ഒരു പ്രാവശ്യം അത് ഓപ്പൺ ആവും. അപ്പോൾ ആ ഒരു സാധനം ഓപ്പൺ ആയപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ളത്. കാരണം അതുപോലെ തന്നെ ആയത് ഇരിക്കെ തന്നെ 2-3 പ്രോജക്റ്റ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കോമഡി ഒരു സാധനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്നത് കൊണ്ട് എന്തായാലും അത് നടക്കുമെന്നുള്ളത് അറിയാം. പിന്നെ അത്യാവശ്യം നമ്മളെ കൂടെ നടന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞപ്പം കുറച്ച് കാലിബർ ഉള്ളത്. കാരണം ഈ ചേട്ടൻ്റെ ഒരു നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തെന്തോ ഇത് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചുമ്മാ ആയിരിക്കും നല്ലോണമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഫ്രെയിമിൽ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കണ്ടു. അപ്പോൾ ഞാൻ ഈ കൂടുതലും നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേ കാര്യം ഡൗട്ടുകളുണ്ട്. ചില ഈ ഷോട്ടൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതെങ്ങനെ അടിച്ച് പൊട്ടിക്കും. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കി കാലിബർ ഉള്ളതാണ്. പിന്നെ കാലങ്ങളായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത അങ്ങനെയല്ല, ലോക്ക്ഡൌൺ ടൈമിലാണ് ഈ സാധനം എഴുതിയത് എന്നൊക്കെ ഞാൻ ഡൗട്ടുകൾ കുറേ ചോദിക്കും. ഞാൻ ചോദിച്ചാൽ ഇത് എപ്പോൾ ഇരുന്ന് എഴുതി നിങ്ങൾ, ലോക്ക്ഡൌൺ ടൈമിലാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഡൗട്ടുകൾ ചോദിക്കും. ഞാൻ കിന്നാരം ചോദിപ്പാണ്. അല്ല, പൊതുവെ സിനിമാ മോഹികൾക്ക് ഒരു പ്രശ്നമുണ്ട്. നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആൾക്കാരുടെ അടുത്ത് റീച്ച് വേണം. അപ്പം പല നിലയ്ക്ക് ആ ഒരു വലയത്തിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. പിന്നെ ഒരു കാര്യം കൂടി, അതിന്റെ ഇടയിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഏജ് 28-30 ഒക്കെ ആവും, കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു ചലഞ്ച് ആവും. കാരണം എന്ത് ജോലി സിനിമയ്ക്ക് വേണ്ടി നടക്കുവാണ്, ഒന്നും ആയില്ല. അതാ ഞാൻ പറയാൻ വന്നേ. അഭിജിത്തിന് ആ നിലയ്ക്ക് എങ്ങനെ? അഭിജിത്ത് മാരീഡ് ആണോ? ഞാൻ മാരീഡ് അല്ല, നോക്കുന്നുണ്ട്, ഇനി നോക്കുന്നു. പിന്നെ ഇതൊരു കേൾക്കുന്ന ആരാധകർക്ക് ഡയറക്ടറാണ്, മെട്രിമോണിയൽ പരസ്യമാണോ? അതായത് നമ്മുടെ സിനിമ മാത്രം നോക്കി നടക്കുന്ന സമയത്ത് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ RT ഫിൻഫ്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോജക്ട് മാനേജറായിട്ട് മ്യൂസിയം ഡിവിഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ആ പ്രോജക്ട്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിംസ് വരെയും കംപ്ലീറ്റ് ചെയ്ത് പോരുന്നതും. നമ്മളെവരെ പരിചയപ്പെടുന്ന സമയത്തും ഞാൻ ആ കമ്പനിയുടെ സ്റ്റാഫാണ്. അപ്പം സിനിമ പൂർണ്ണമായിട്ട് ഇവർ കൂടെ വന്നതിന് ശേഷം ഈ പറഞ്ഞ അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ സിനിമയെ പറ്റി തന്നെ ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് നമ്മൾ സിനിമയെ മാത്രം ഡിസ്കസ് ചെയ്യുക, സിനിമയെ പറ്റി മാത്രം ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ, നമ്മളൊരു സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പല ചർച്ചകൾ വരുന്ന ഒരു സ്പേസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ല കിട്ടുന്ന ഒരു ടൈം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് ഈ സമയം എനിക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോബ് റിസ്ക് എടുത്തു. ആ ടൈമിൽ റിസ്ക് എടുത്തു. അതിന് എൻ്റെ ഫാമിലിയും കൂടുതൽ ഈ പറഞ്ഞ ചേട്ടനും ചേച്ചിയും എന്നെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. സോ ഞാൻ വളരെ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് പറയാതിരിക്കാൻ. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മളൊരു കാര്യത്തിനായിരുന്നാലും എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര കാര്യമാണ്. പക്ഷെ ഞാൻ അഭിതന്നെ സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഫസ്റ്റ് ഒരു ഫിലിം ചെയ്ത് നേരെ കൊണ്ട് തിയേറ്ററിൽ ഇറക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് ഈ ലൈഫിൽ കിട്ടേണ്ട ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. ആ സ്ക്രീനിൽ ഡയറക്റ്റഡ് ബൈ റിട്ടേൺ ആൻഡ് ഡയറക്ടഡ്. അതെ, 3 റീല് നോക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് ചെയ്യാനായിട്ട്. എന്തായാലും അത് തീർച്ചയായിട്ടും ആർക്കും ഒരു കുളിര് വരുന്ന ഒരു ഫീൽ ആയിരിക്കും. എന്തായാലും അത് അടുത്ത് തന്നെ ഉണ്ടാവും. കുരുക്ക് എന്ന് പറയുന്ന പേര് ഇച്ചിരി ക്യാച്ചിയാണ്, എല്ലാവരും ശ്രദ്ധിക്കും. അതുമായി റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ് എനിക്ക് മീരയോട് ചോദിക്കാനുള്ളത്. ലൈഫിൽ നമുക്ക് പല നിലയിൽ കുരുക്കുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ ഒരു കുരുക്കിടും, കല്യാണം കഴിക്കുന്നവരും പറയും ഞാൻ കുരുക്കിലായി എന്ന് പറയും. അങ്ങനെ പിന്നെ നമ്മൾ പെട്ടുപോകുന്നിടത്ത് കുരുക്കെന്ന് പറയും. ചിലപ്പോൾ നല്ല കുരുക്കും മോശം കുരുക്കും എല്ലാം ഉണ്ട്.
അപ്പൊ മീരയോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീരയുടെ ലൈഫിൽ കുരുക്കായ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പറയാതെ എന്തോ പിടിച്ചു വെക്കുന്നവർ തോന്നുന്നു. പോട്ടെ, ബോയ് ഫ്രണ്ട് പോട്ടെ, ഏതെങ്കിലും നിലയിൽ കുരുക്കായ ചിലപ്പോൾ പിറകെ നടക്കുന്ന പൂവാലന്മാരുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒരുപാട് ഇപ്പോൾ ആക്സസിബിൾ ആണല്ലോ ആൾക്കാർക്ക്. ഇപ്പം പേര് മാത്രം മതി, നമ്മുടെ മൊത്തം ഒരു പ്രൊഫൈല് കിട്ടും, നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇല്ല, കണ്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ഒരു സീരിയസ് ലെവൽ ഓഫ് കുരുക്കിലൊന്നും പോയിട്ടില്ല. ആരാധകര് ഉണ്ടാവുന്നത് ഇഷ്ടമാണോ? എൻജോയ് ചെയ്യാറുണ്ടോ? അതായത് മീര എന്ന് പറയുന്ന ഒരാൾ അഭിനയിക്കുന്ന സിനിമ ഞാൻ മീരയുടെ ഫാനാണ്, സോ ഞാൻ പോയി കാണും എന്ന് ചിന്തിക്കുന്ന കുറേ പേരുള്ളവർ, പിന്നെ ചിലപ്പം ആ ഫോട്ടോ എടുക്കാനൊക്കെ കൂടെ നിൽക്കുന്നതൊക്കെ എൻജോയ് ചെയ്യാറുണ്ടോ, അതോ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ? അല്ല, അവർ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഒബ്വിയസ്ലി ഒരു സന്തോഷമാണ്. അതിപ്പോൾ അവർ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ അതല്ല, ബിയോണ്ട് ദാറ്റ് അവർ നമ്മുടെ വർക്ക് കാണുന്നുണ്ട്, അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവിടെ അങ്ങ് ചുരുക്കിയല്ലേ? അതെ. ഓക്കെ, അപ്പോൾ അനിലേട്ടാ, നമ്മൾ വീണ്ടും ആ സിനിമയിലേക്ക് തന്നെ വരുവാണ്. പക്ഷെ ഒരുപക്ഷെ അനിലേട്ടന് ആൻസർ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും പറയണം. ചോദ്യം ഇതാണ്, ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ജൂലൈ 5-നാണ്. അപ്പം നമുക്ക്, ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്ക് അറിഞ്ഞൂടാ സത്യമാണോ കള്ളമാണോ എന്ന്. ഈ ജൂലൈ 4 പടം റിലീസ് ചെയ്യുന്നതിന് എന്തോ ഒരു അന്ധവിശ്വാസമുണ്ട്. ജൂലൈ 4-ന് ഇറങ്ങുന്ന പടം പൊട്ടുവന്നു, അങ്ങനെ എന്തോ ഒരു അന്ധവിശ്വാസം ഉണ്ടെന്നും. അല്ല, ഇല്ലല്ലോ, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അല്ല, ജൂലൈ 4 പടം ഇറങ്ങിയ സമയത്ത് ഇതിനെ കുറിച്ച് ചർച്ച ഉണ്ടായി. ദിലീപിന്റെ ഒരു ദിലീപേട്ടന്റെ ലക്കി ഡേറ്റ് ആയിട്ടാണ് ജൂലൈ 4 കേട്ടിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ജൂലൈ 4 എന്നുള്ള സിനിമയുടെ വിധി എന്താണെന്ന് നമുക്കറിയില്ല. ഓരോ സിനിമയ്ക്കും ഓരോ ഡെസ്റ്റിനിയാണ്, ഓരോ വ്യക്തികൾക്കുള്ളത് പോലെ തന്നെ. അപ്പോൾ ഞാൻ ആ ഡേറ്റിലല്ല വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ കണ്ടന്റ് നല്ലതാണ്, സിനിമ നന്നായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യാനുള്ളൊരു വെള്ളിയാഴ്ച ജൂലൈ 5-ആണ്. വെള്ളിയാഴ്ചയാണ് നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. വ്യാഴാഴ്ച ഇപ്പം അബ്രോഡ് നോക്കിയിട്ട് വ്യാഴാഴ്ച റിലീസ് നടക്കാറുണ്ട്. അല്ല അത് അതിന്റെ അന്ധവിശ്വാസമാണ്. ഞാൻ കർക്കിടകത്തിൽ ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കർക്കിടകത്തിൽ കാരണം വെള്ളി ടു വെള്ളിയാണ് പറഞ്ഞ ഡേറ്റ് പിക്ക് ചെയ്തതാണ്. അല്ല, ഒരു സിനിമയുടെ 1 വീക്ക് എന്ന് പറയുന്നതാണ്. ഇപ്പൊ ട്യൂബ് ആണെങ്കിലും യൂഫ് ആണെങ്കിലും അടയ്ക്കേണ്ട പേയ്മെന്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അത് 1 വീക്ക് റൊട്ടേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പം ഈ വെള്ളിയാഴ്ച അടിച്ചാൽ അടുത്ത വ്യാഴാഴ്ച വരുന്നതിന് ടൈം പീരീഡ് വരുന്നത്. നമ്മൾ വ്യാഴാഴ്ച സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ 1 വീക്കിന്റെ ഫണ്ട് ആ വ്യാഴാഴ്ച ഒരു ദിവസത്തേക്ക് അടിക്കണം. പിന്നെ വെള്ളിയാഴ്ച അടയ്ക്കുമ്പോൾ 2 വീക്കിലെ പൈസ അങ്ങനെയാണ് ആ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ഞാൻ കരുതിയിരുന്നത് ജൂലൈ 3 എന്റെ ബർത്ത്ഡേ ആണ്. ജൂലൈ 3 വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ജൂലൈ 4 ജൂലൈ 3 എന്റെ ഫാദറിന്റെ ബർത്ത്ഡേ സെയിം ഡേ ആണ്. രണ്ടുപേരും കഴിഞ്ഞ ബർത്ത്ഡേ നമ്മൾ സെറ്റിലാണ് ആഘോഷിച്ചത്. കഴിഞ്ഞ ബർത്ത്ഡേ എന്റെയും എന്റെ ഫാദറിന്റെയും ബർത്ത്ഡേ, എന്റെ മദറിന്റെ ബർത്ത്ഡേ നമ്മൾ സെറ്റിലാണ് കേക്ക് കട്ട് ചെയ്തത്. അതെ അതെ, തീർന്നില്ല. എനിക്ക് കുറച്ചുകൂടി കൗതുകരമായിട്ടൊരു കാര്യം കേൾക്കാനുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ഇന്ററാക്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, വളരെ കോമൺ ആയ ഒരു വാക്കാണ് എയറിലാവുക എന്നുള്ളത്. പൊതുവെ ഇന്റർവ്യൂസ് ആണ് എയറിന്റെ ബേസ്, അവിടെ നിന്നാണ് ആ ഒരു റോക്കറ്റ് കയറ്റി വിടുന്നത്. എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് സേഫ് ആയിട്ട് ബോധപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുന്നതാണോ, അതോ അങ്ങനത്തെ സാഹചര്യം യാദൃച്ഛികമായിട്ട് വരാഞ്ഞതാണോ? അല്ല, ബോധപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുന്നതല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. എൻ്റെ ഫോളോവേഴ്സ് എടുത്ത് ഇൻസ്റ്റയിലൊക്കെ എടുത്ത് നോക്കിയാൽ 1500 ഫോളോവേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല, 1100 മറ്റേ ഉള്ളൂ. ഫേസ്ബുക്കിലും 6K ഉള്ളൂ. ഞാൻ അതിലകത്ത് അത്യാവശ്യം നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് വായനൊന്നും വീഴൂല. ഇപ്പൊ അല്ലല്ല, ആളിങ്ങനെ അല്ലേ? അല്ല, പൊതുവെ നിങ്ങളെ ക്രൂ ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ പൊതുവെ എങ്ങനെയാണോ? പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് നേരത്തെ വന്ന് ജസ്റ്റ് കെയർ ചെയ്ത് പറയുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് ആരെയോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, വളരെ കാഷ്വൽ ആയിട്ട്. ഈ ആളെ അല്ല, വേറൊരു രീതിയിൽ സംസാരിക്കും, വളരെ. അല്ല, അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ വെച്ച് സിനിമ ചെയ്യാനിരിക്കുന്നതും സിനിമ ചെയ്തിട്ടുള്ള സംവിധായകർ ഉൾപ്പെടെ പറഞ്ഞത് അതിൽ ഒന്നും കൂടെ ആക്റ്റീവ് ആവണം, സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂട്ടണം, എന്തെങ്കിലും കണ്ടന്റുകൾ ഇടണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിശ്വാസം ശരിയാണെന്ന് അറിയില്ല, ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ എനിക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുകയും കൂടുതൽ ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറെ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ, കാരണം എൻ്റെ പണി അതല്ല. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല, വീഡിയോ ക്രിയേറ്റർ അല്ല, ഞാനൊരു ആക്ടറായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതാണ്.
അപ്പോൾ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ സിനിമകളിലൂടെയും ആളുകൾ എന്നെ അറിയട്ടെ, ഞാൻ കൂടുതൽ പോപ്പുലർ ആവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ സച്ചു ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് എനിക്കറിയാം. അത് വെറുതെ പറയുന്നത്, നമ്മളൊരിക്കൽ കളിച്ചിട്ടുണ്ട്, എന്നെ ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞോളൂ. അതാണ് ഞാൻ വന്നോണ്ട് നിന്നെ എവിടെ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ടർഫിലെ ഒരു തവണ എപ്പോഴും ഒരിക്കൽ കളിച്ചിട്ടുണ്ട്. ചോദിക്കാൻ വന്ന ഇതാണ്, നമ്മളിപ്പം വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് എവിടെന്ന് പറയണ്ട, നമ്മള് പേരൂർക്കട മറ്റേ നമ്മള് ചെറിയൊരു പേരൂർക്കടയല്ല, ഇവിടെ ഞാണ്ടൂർക്കോണം, അവിടുത്തെ ടർഫിലാന്ന് തോന്നുന്നു. ടൂർണമെന്റ് ഒന്നും ഉണ്ടായിരുന്നു. ടൂർണമെന്റ് അല്ല കളിച്ചത്. നിങ്ങൾ ഓക്കെ ഓക്കെ മനസ്സിലായി. നമ്മളെ കാർത്തിക് സൂര്യ ചെയ്ത ബ്ലോഗ് ചെയ്ത ചേങ്കോട്ടോണം കറക്റ്റ്. ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾ ഉണ്ടായിരുന്നു എന്നറിയാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ക്രിക്കറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ? അതായത് ഇത്രയും ഇഷ്ടമുള്ളൊരു സാധനം ഞാൻ കേട്ടു 27 ഡേയ്സോളം സൈറ്റിലുണ്ടായിരുന്നു, അതായത് വർക്ക് ലൊക്കേഷനിലുണ്ടായിരുന്നു. ആ സൈറ്റല്ല, ലൊക്കേഷനിലുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞു കേട്ട് 2-3 സീനിലെ വർക്ക് ചെയ്തുള്ളൂ. ചുമന്നേ. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, ഇത്രയും ഇഷ്ടമുള്ളൊരു സാധനം ഈ ഫിലിമിന്റെ തിരക്കുകളൊക്കെ കാരണം മിസ് ചെയ്തോ? കാണാൻ പറ്റാഞ്ഞ് വരിക അങ്ങനെയൊക്കെ ഉണ്ടായോ? അല്ല, അത് നമ്മളുടെ പാക്കപ്പിന്റെ അന്ന് കാരണം സിനിമയുടെ ഈ മാച്ചിന്റെ ടൈം ഇപ്പൊ ഒരു പ്രശ്നമുള്ള സമയമാണ്, വൈകുന്നേരം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമായി. ഓ, എത്ര നാളായോ? അത്രയായി. മിസ്റ്റേക്ക് പറ്റും, ഞാൻ അതറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് തുടക്ക കളിയൊക്കെ ഭയങ്കര ശോകമായിരുന്നു. കാരണം ടെസ്റ്റിന്റെ ഒരു പിച്ചായിരുന്നു. അവർ ഓൾറെഡി മറ്റേ USA ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോളിംഗ് പിച്ച് ഭയങ്കര സുഖമില്ലായിരുന്നു. പക്ഷെ വെസ്റ്റ് ഇൻഡീസിനോട് അടുത്ത് അവരെ കളി മാറിയ സമയത്ത് സൂപ്പർ 8 വന്നപ്പോഴത്തേക്ക് ആണ് സെറ്റായി. എൻജോയ് ചെയ്തു. പിന്നെ സഞ്ജുവിനെയും കൂടി ഒന്ന് കളിക്കാൻ പറ്റാത്ത വിഷമമുണ്ട്. അതില് മാറ്റാന്നേ ഉള്ളൂ, റീപ്ലേസ് ചെയ്യാനേ ഉള്ളൂ. പക്ഷെ ചെയ്യുമോ എന്നുള്ളതാണ് ഡൗട്ട്. പക്ഷെ ഇനി എന്തായാലും ഫൈനലിൽ എത്തിയത് കൊണ്ട് ഇനി മറ്റേ ഇതൊക്കെ ഇട്ടിരുന്ന വിയർപ്പ് തുന്നിയിട്ട് നമ്മളും ആഗ്രഹിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഫൈനൽസിൽ സാധ്യത കുറവാണ്, കാരണം പ്ലേയിങ് 11 തന്നെ. പക്ഷെ എന്ത് പറയാനാ, അതിപ്പം ബാഡ് ലക്ക് അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അഭിജിത്തിലേക്ക് തന്നെ അവസാനം എത്താം. നമ്മൾ ഇത് ഓൾമോസ്റ്റ് റാപ്പപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അഭിജിത്ത് നൂറാണി, ആ പേര് വളരെ കൗതുകമുള്ള പേരാണ്. ഞാൻ കേട്ടു നൂറാണി കുടുംബ പേരാണ് വെച്ചതെന്നല്ലേ? പക്ഷെ ഞാൻ പേരിക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നൂറാണി എന്നാണോ ന്യൂറാണി എന്നാണോ? നൂറാണി. അത് വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനത്തെ ഒരു പേര്, കുടുംബ പേര്? പക്ഷെ അച്ഛനും അറിയില്ല അങ്ങനെ എന്താണ് അച്ഛന്റെ കുടുംബത്തിന്റെ പേരാണ്. ചോദിച്ചിട്ടില്ല. അവിടെ ആർക്കും മുള്ളാനി ഉണ്ടായിരുന്നു. അല്ല, ഞാനത് അഭിജിത്തിനോട് തമാശക്ക് പറഞ്ഞിരുന്നേ. ചിലപ്പോ പണ്ട് ഇവിടെ കൊട്ടാരം പണിയുന്ന സമയത്തേ ചിലപ്പോ 100 ആണിങ്ങാനും സംഭാവന ചെയ്തിട്ടുണ്ടാവും കൊട്ടാരത്തിലേക്ക്. അപ്പൊ അഭിജിത്തോടും ശരിയായിരിക്കും അന്ന്. അഭിജിത്ത്, ഈ സിനിമ ഒരു സിനിമയല്ല, ഏതൊരു നമ്മുടെ വെഞ്ചറും സക്സസ് ആവുന്നതിന് ഹാർഡ് വർക്ക് ഒരു ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ എല്ലാം ചേർന്ന് വരണം, സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൾക്കാർ വേണം, എല്ലാം വേണം. പക്ഷെ അറ്റ് ദ എൻഡ് അവിടെ ഒരു ലക്ക് ഫാക്ടറും കൂടെ ഇല്ലേ? അതായത് നമ്മുടെ നല്ല കോണ്ടന്റ് ആവാം, മികച്ച സിനിമ ആവാം, പക്ഷെ അത് തിയേറ്ററിൽ വിജയിക്കണമെങ്കിൽ ഒരു ഹുക്ക് ഫാക്ടർ, സംതിങ് ഡിഫറെന്റ്, അതൊരു ലക്കാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. അതായത് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടോ, ഒരു പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്ത് എത്തിച്ചതുകൊണ്ടോ, ആക്ടറിനെ കൺവിൻസ് ചെയ്തുകൊണ്ടോ ഒരു സിനിമ നടക്കണമെന്നില്ല. സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ വരുന്ന ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് ഈ റിലീസ് വരെ എത്തുന്ന സമയത്ത് ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സത്യം പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാര്യം നമ്മളുടെ എഫേർട്ട് മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളും ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് ഇന്നത്തെ ഇൻ്റർവ്യൂ നമുക്ക് ഇന്നലെ 4 മണി വരെയും കൺഫേം അല്ല. പുള്ളി ചാലക്കുടിയിലാണ്, നമ്മുടെ ശ്രീജിത്ത് ബാംഗ്ലൂരാണ്, പല ആൾക്കാരും പല രീതിയിൽ നിൽക്കുവാണ്. അപ്പം വളരെ സഡൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്തു. നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അമ്മയുടെ മീറ്റിംഗ് കാര്യങ്ങളായിട്ട് ഇവിടുത്തെ മീഡിയസ് എല്ലാം പുറത്തേക്ക് പോകുന്നു. അപ്പം പിന്നെ ഒരു സ്ലോട്ട് ഇല്ല. അപ്പം അതുപോലും ഒരു ഭാഗ്യത്തിന്റെ ബേസിൽ നമുക്ക് ഇവിടെ വന്നു ചേരുകയും ഇവിടെ എത്തി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടീമായിട്ട് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയത് പോലും ഒരു ദൈവാധീനമാണ്. അപ്പം പൂർണ്ണമായിട്ടും നമ്മുടെ എഫേർട്ടും ഉണ്ട് അതിൻ്റെ കൂടെ, എന്നാൽ ഒരു പകുതി ദൈവാധീനം കൂടെ ആണ് നമുക്ക് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിന് നടന്നത് എന്നാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു സിനിമ ഇതേ ദൈവാധീനം കണ്ടിന്യൂ ചെയ്തു പോട്ടെ. ഇനി ജൂലൈ 5-ാം തീയതി റിലീസായി തിയേറ്ററിലും വളരെ മികച്ചൊരു വിജയമാകട്ടെ. മലയാള സിനിമയ്ക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹിറ്റടിച്ച ഒരു ഡയറക്ടർ കൂടി ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ അനിൽ ഏട്ടൻ, മീര, പിന്നെ സച്ചു, ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.